ഇതിലും വലിയ കാലുവാരൽ സ്വപ്നങ്ങളിൽ മാത്രം ഇന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കാരണം ശ്വേതാമേനനും സാബുമോനൊക്കെ എത്ര സന്തോഷത്തോടെ അല്ലെങ്കിൽ സന്തോഷം അഭിനയിച്ചുകൊണ്ടാണ് ആ ഹൗസിന്റെ പടിയിറങ്ങിയത്. എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല, ഇമോഷണൽ ആകുന്നു എന്നൊക്കെയാണ് ശ്വേത പറഞ്ഞത്. അതുപോലെ സാബുമോൻ പറഞ്ഞത് ഇത്തവണത്തെ കണ്ടസ്റ്റന്റ് ഒക്കെ അടിപൊളിയാണ്, നല്ലവരാണ് എന്നൊക്കെയാണ്. എന്തായാലും ലാലേട്ടൻ വന്നപ്പോൾ അവര് നേരെ പ്ലേറ്റ് മറിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ സാബുമോൻ പറഞ്ഞത് 5 സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് ബസ് സ്റ്റാൻഡിനപ്പുറത്തെ അമ്മിണി ഹോട്ടലിന്റെ പോലെയായിരുന്നു അവിടെയുള്ള ആളുകളുടെ പെരുമാറ്റം എന്നാണ്. അവർ ഇങ്ങനെ പറഞ്ഞതിൽ അവരെ പൂർണ്ണമായി കുറ്റം പറയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഈ ടാസ്ക് കുളമാകാനായിട്ട് 3 കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്നാമത്തെ അവരുടെ കോസ്റ്റ്യൂം. കഴിഞ്ഞ സീസണുകളിൽ നിന്നൊക്കെ വിപരീതമായി ഇവർ എല്ലാവർക്കും ഒരേ കോസ്റ്റ്യൂമാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അടുക്കളക്കാരാരാണ്, തൂപ്പുകാരാരാണ്, HR ആരാണ്, അതുമല്ല ഓണേഴ്സ് ആരാണ് എന്നൊന്നും മനസ്സിലാക്കാനായിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്കായി ഞാൻ കാണുന്നത് പവർ ടീം എന്ന കൺസെപ്റ്റ് ആണ്. അതായത് ഈ സീസണിലെ ഹോട്ടൽ ടാസ്കിൽ പവർ ടീം അംഗങ്ങൾക്ക് ഒരു ഔട്ട്പുട്ടും കൊടുക്കേണ്ടതില്ല. കാരണം അവർക്ക് കോയിൻ ശേഖരിക്കുക എന്നുള്ള ഒരു ആവശ്യമേ അവരെ വരുന്നില്ല. ബാക്കിയുള്ള 3 ടീമുകളാണ് കോയിന് വേണ്ടി മത്സരിക്കേണ്ടത്. അതിൽ ജയിക്കുന്ന ആള് പവർ ടീമിനോട് ഏറ്റുമുട്ടാനാണ് വരിക. അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് മാക്സിമം കുളമാക്കുക എന്നുള്ളതായിരുന്നു പവർ ടീം അംഗങ്ങളുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ മറ്റു ടീമുകളെ പരമാവധി വെറുപ്പിക്കുകയും അവരെ പുറത്താക്കുക വരെ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാരണമായി ഞാൻ കാണുന്നത് ഒട്ടും കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ആണ്. ആർക്കും തന്നെ ഈ കളി കളിക്കണം, ജയിക്കണം, കോയിൻസ് കൂടുതൽ നേടണം എന്നൊരു ചിന്ത ഉണ്ടായതുപോലെ എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വളരെയധികം പവറുകളോട് കൂടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വജ്രക്കല്ല് ശ്വേതയുടെ കയ്യിൽ കൊടുത്തയക്കുന്നുണ്ട്. അത് കൈക്കലാക്കാൻ വേണ്ടി അവിടെയുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായൊരു പരിശ്രമം ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല. മറ്റ് സീസണുകളിൽ നിന്ന് വിപരീതമായി ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് ഒക്കെ വളരെയധികം ഓവർ കോൺഫിഡന്റ് ആണ്. എല്ലാവർക്കും ഉറപ്പാണ് ടാസ്ക് ഒന്നും കളിച്ചില്ലെങ്കിലും എനിക്ക് വോട്ട് കിട്ടി, ഞാൻ ജയിക്കുമെന്ന്. ഇപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവരൊക്കെ PR-നെ അറേഞ്ച് ചെയ്താണോ ഇങ്ങോട്ട് വന്നത് എന്ന് സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർ ചിന്തിച്ചു പോകുന്നത്.